പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് MC റോഡ് വഴി, അതായത് മധ്യ തിരുവിതാംകൂർ, ചെങ്ങന്നൂർ, തിരുവല്ല, അല്ലെ പത്തനംതിട്ട, കോട്ടയം, ചങ്ങനാശ്ശേരി അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ഈ പെരുമ്പാവൂർ കഴിഞ്ഞ് കാലടി പാലത്തിൽ ഇപ്പോൾ കുറേ സമയം ചിലവഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അവിടുത്തെ തിരക്ക് ഏകദേശം 45-50 ഒരു മണിക്കൂറോളം ഏകദേശം അവിടുത്തെ ഒരു തിരക്കിനകത്ത് പെട്ടുപോകും. കാരണം പാലത്തിലെ ഒരു ചെറിയ ദുർഘടമായ വഴി കാരണം. അപ്പോൾ ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വേറൊരു വഴി കൂടി, അതിൻ്റെ ഇപ്പുറത്ത് കൂടി വേറെ തിരക്കില്ലാത്തൊരു റോഡ്, എന്നാൽ ചെറിയ റോഡാണ്, തിരക്കില്ലാത്തൊരു റോഡാണ്. ആ റോഡിൻ്റെ വീഡിയോ കൂടി ഞാനിപ്പോൾ ഇടുകയാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് MC റോഡ് വഴി പോകുന്നവർക്ക് അത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾ കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി. അത് കാരണം വഴി പലയിടത്തായിട്ട് ഡീവിയേഷൻ ഉണ്ട്, പലയിടത്തും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിയേണ്ടതായിട്ട് വരുന്നുണ്ട്. T റോഡ് ജംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാലൊന്നും ശരി ചിലപ്പം പെട്ടെന്ന് കാണണമെന്നില്ല. എന്നിരുന്നാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. അതിനകത്ത് ഏത് റോഡ്, എവിടെ ജംഗ്ഷൻ, എങ്ങോട്ട് തിരിയണമെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അത് കണ്ടു തന്നെയാണ് ഫുൾ വീഡിയോ. അതുകൊണ്ട് ഇച്ചിരി ലെങ്തിയാണ് വീഡിയോ. നമ്മളവിടെ എത്തുന്നിടം വരെയുള്ള വീഡിയോ ഉണ്ട് ആ റോഡ്. അപ്പോൾ അതൊന്ന് കാണുക. കാരണം കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് കൂടുതലും യാത്രക്കാർ അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്കാളും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ കൊച്ചി നെടുമ്പാശ്ശേരി, മധ്യ തിരുവിതാംകൂറിലെ എല്ലാവരും ആശ്രയിക്കുന്നത് അങ്ങോട്ടാണ്. ഈവൻ പത്തനംതിട്ട ഉള്ളവർ പോലും, പന്തളത്തുള്ളവർ പോലും അങ്ങോട്ടാണ്. മാവേലിക്കര, അവരൊക്കെ ചിലപ്പം ഈ റോഡാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ കൂടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ആ ഒരു പുതിയ വഴി എന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി തിരക്ക് കുറഞ്ഞ വഴി, തിരക്കിനകത്ത് പെടാതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ്. അതുവഴി ഇപ്പോൾ തിരക്കുണ്ട്, എന്നാൽ റോഡ് വളരെ മോശം റോഡാണ്. അതുകൂടി ഒന്ന് ഞാനൊന്ന് പറയുകയാണ് നേരത്തെ കേട്ടോ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതുവഴി പോവുക. അപ്പോൾ വീഡിയോ കാണുക. ഇത് പെരുമ്പാവൂർ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഈ ഒരു പാലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടത്തോട്ട്, അതായത് കൊച്ചിക്ക് നെടുമ്പാശ്ശേരിക്ക് പോകുന്ന വഴി ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്. അത് വല്ലം സൈഡിൽ നിന്ന് ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു 5.6 കിലോമീറ്റേഴ്സ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ചെറിയ പാലം, അതായത് പെരുമ്പാവൂർ കഴിയുമ്പോൾ കാണുന്ന ചെറിയൊരു പാലം, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടത്തേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ കയറിപ്പോകേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ടിൽ വിട്ടിട്ട് വരിക ആയതുകൊണ്ട് അവിടുന്ന് വരുന്നതാണ് നിങ്ങളെ കാണിക്കുക. അതായത് എയർപോർട്ടിൽ തിരിച്ചു വരുമ്പോൾ കാലടി പാലത്തിലെ ഒഴിവാക്കാനായിട്ട് ഞാൻ ആ സൈഡ് വഴിയാണ് വന്നത്. അത് സംഭവം എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഇട സൈഡിൽ ഒരു ഹോട്ടലൊക്കെ കാണാം. ആ ഹോട്ടൽ, ഈ ഒരു സംഭവമൊക്കെ കഴിയുമ്പോൾ തൊട്ട് വലത്തോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അതായത് എയർപോർട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ്, അതായത് MC റോഡിലേക്ക് കയറാനായിട്ട് വരുമ്പോൾ ഇതുപോലൊരു ജംഗ്ഷനുണ്ട്. അവിടെ തിരക്കൊക്കെ ഉണ്ട്, അവിടെ റോഡ് മോശമാണ്. ആ റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കണം, വലത്തേക്ക് എടുക്കുക. അപ്പോൾ ആ വലത്തെടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറുക. അപ്പോൾ തന്നെ ആ റോഡ് മോശം തുടങ്ങുകയാണ് അവിടെ. അങ്ങനെ റോഡ് മുന്നോട്ട് പോകുമ്പോൾ ആണ് നമുക്ക് ഇത് മോശമായൊരു റോഡാണ്, എന്നാൽ വലിയ തിരക്കില്ല, നമുക്ക് പോകാം. അത് റൈറ്റ് സൈഡിൽ കാണുന്നത് എയർപോർട്ടിൻ്റെ ബൗണ്ടറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് വഴിയുള്ള ഒരു റോഡാണിത്. ആ റോഡ് വഴി ഇപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞ് കേട്ട്, ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിയാവുന്നവർ, അത്ര തിട്ടമുള്ളവർ അതുവഴിയാണ്. കാരണം ഗൂഗിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇതുവഴിയൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു യാത്ര മുഴുവനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അധികം വിവരണമൊന്നുമില്ല. നിങ്ങൾ വഴി മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇതുവഴിയൊക്കെ തിരിഞ്ഞ് എങ്ങനെ നമുക്ക് അപ്പുറത്തെ റോഡിൽ ചാടാം എന്നുള്ളത്, മെയിൻ റോഡിൽ ചാടാം. അതായത് MC റോഡിൽ പെരുമ്പാവൂരിന് മുന്നേ ഉള്ള റോഡിൽ വല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്ന് തിരിയും അവിടെ ചെന്ന് ചാടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകളും താഴെ കമൻറ്റ് പോകും. നിങ്ങൾക്കിത് സൗകര്യപ്രദമാണോ, അതോ ഇതിനേക്കാളും വേറെ ഈസി വേ ഉണ്ടോ, റോഡുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തേക്കട്ടെ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദത്തിന് വേണ്ടി. ഓക്കെ, ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തേക്കുക.
ഇവിടെ ഒരു ടീ റോഡാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇടത്തോട്ടും വലത്തോട്ടും ഉണ്ട്. നമ്മളപ്പോൾ വലത്തോട്ടാണ് തിരിയേണ്ടത്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വലത്തോട്ട് തിരിയണം. അപ്പോൾ ആ ഒരു ജംഗ്ഷൻ റൈറ്റ് ടേൺ, അത് കഴിഞ്ഞ് മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ടീ റോഡ് ഒരു ചെറിയൊരു മെയിൻ റോഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ വലത്തേക്കാണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതും ശ്രദ്ധിക്കണം. പിന്നെയും റൈറ്റ് എടുക്കുക. ആ ഒരു ചെറിയ റോഡിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അങ്ങനെ വന്ന് ഇവിടെ ഒരു പള്ളിയുടെ ജംഗ്ഷൻ എത്തും. ആ പള്ളിയുടെ ജംഗ്ഷനിൽ അവിടെയും 2 വഴിയുണ്ട്, ഇടത്തോട്ട് വലത്തോട്ടും ഉണ്ട്. നമ്മൾ വലത്തോട്ട് തന്നെ തിരിയുക. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 1/2 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ വീണ്ടും ഒരു 2 വഴിയിലേക്ക് ചെന്ന് ചാടുകയാണ്. അവിടുന്ന് നേരെ ഇടത്തേക്ക് തിരിയണം, ടേക്ക് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് ആ റൂട്ടും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അറിയാവുന്നവർ ചിലപ്പോൾ ഇത് വഴി അറിയാവുന്നവരുണ്ട്. എന്നാലും ഈ ഒരു വഴി വലിയ പ്രശ്നമില്ലാതെ കണ്ടു. തിരക്കിൽ കിടക്കുന്നതിന്, എന്നാലും തിരക്കിൽ ആ മെയിൻ റോഡിൽ പോകുന്നതിന് ഒരു 2 കിലോമീറ്റർ കൂടുതലായിരിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കിലോമീറ്റർ കൂടുതലാണ്. അങ്ങനെ നമ്മൾ കടന്നു വന്ന് വല്ലംകടവ് പാലം. വല്ലംകടവ് പാലം എന്നായി അറിയപ്പെടുന്നത്. പുതിയ പാലമാണ്, പുതിയതായിട്ട് പണിതാണ്. വല്ലംകടവ് പാലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, പെരിയാർ നദിക്ക് കുറുകെയുള്ള വല്ലംകടവ് പാലം. ഓക്കെ, ഇത് മുന്നോട്ട് കടന്നു ചെല്ലുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ കാലടി പാലം ഉള്ളത്. ഈ 6 അങ്ങോട്ട് ചെന്ന് കയറുന്നിടമാണ്. അപ്പോൾ അതിന് മുന്നെയാണ് നമ്മളിപ്പോൾ ചാടാനായിട്ട് ചെല്ലുന്നത്. അങ്ങനെ വന്ന് നമ്മൾ വീണ്ടും ഒരു പള്ളി കൂടി കാണും. ആ പള്ളിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു. അവിടെയും ഇടത്തോട്ടും വലത്തോട്ടും റോഡുണ്ട്. നമ്മൾ വലത്തേക്ക് തന്നെ തിരിഞ്ഞ് പോകണം. ഓക്കെ, റൈറ്റ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം 5.5 കിലോമീറ്റർ 5.25 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മളിവിടെ വല്ലം ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇതാണ് വല്ലം ജംഗ്ഷൻ.
ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ MC റോഡ് മൂവാറ്റുപുഴയ്ക്കും, ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ കാലടി, നെടുമ്പാശ്ശേരി, അങ്കമാലി. ഓക്കെ, ഇപ്പോൾ MC റോഡിലേക്ക് വന്ന് ചാടിയിരിക്കുകയാണ്. നമുക്ക് പോകേണ്ടത് നമ്മൾ വലത്തോട്ടാണ്, നമ്മൾ മൂവാറ്റുപുഴ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ.